എല്ലാവർക്കും നമസ്കാരം. ഈ അനുമോളടുത്ത് എന്താണ് ഇത്രയും ചൊരുക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറെ പേർക്ക്, എല്ലാവർക്കും ഒന്നും ഇല്ലാട്ടാ, കുറെ എണ്ണത്തിന് അനുമോളടുത്ത് ഭയങ്കര ചൊരുക്കാണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുക. ഇപ്പൊ അനീഷ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടില്ലേ, അവൻ എന്തോ വലിയ കോടതി പോലെ സംസാരിച്ച് അനുമോൾ അങ്ങ് താഴ്ത്തിക്കെട്ടാൻ നോക്കി, അവൻ കയറിപ്പോയി. ഇപ്പൊ അടുത്തവൻ വന്നിരിക്കുകയാണ് ഫിറോസ് ഖാൻ അറിയാലോ. ഞാൻ ഈ പ്രത്യേകിച്ച് പറയണ്ട, ബിഗ് ബോസിലെ മിന്നും താരമായിരുന്നു. ഈ അനുമോള് കപ്പടിച്ചതിൽ നല്ല ചൊരുക്കുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒന്നാതെ ഓൾറെഡി അവൾ ഫെയിമിലാണ്, ഒരു നടിയാണ്, അങ്ങനെ അത്യാവശ്യം ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതലുള്ള ഒരു കുട്ടിയായിരുന്നു ഈ അനുമോൾ. അതിനുശേഷം ബിഗ് ബോസിൽ വന്നിട്ടും അവിടെയും ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ. അവൾക്ക് ഗെയിമായാലും അവളുടേതാണ് ഇഷ്ടം. ഗെയിം എന്ന് പറയുമ്പോൾ അവൾ ജീവിക്കുകയായിരുന്നു അവിടെ. അതും ജനങ്ങൾ അവളെ തന്നെ ഏറ്റെടുത്തു. കൂടുതൽ സപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വീണ്ടും ഇരട്ടി സപ്പോർട്ട് അവൾക്ക് കിട്ടുകയും അങ്ങനെ ജനങ്ങളുടെ പിന്തുണയാൽ കപ്പടിക്കുകയും ചെയ്തു. ഇവള് കപ്പടിച്ചതിൽ നല്ല ചൊരുക്ക് കുറെ എണ്ണത്തിനുണ്ട്. അതും ഈ പറയുന്ന മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളായാലും അത്യാവശ്യം ചില എണ്ണത്തിനൊക്കെ ഉണ്ട്. കൂടെ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ നടന്നതിനും കുറെ എണ്ണത്തിനുണ്ട്. അങ്ങനെ കുറെ എണ്ണത്തിന്, പ്രത്യേകിച്ച് ആ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ എണ്ണത്തിനും ആ ചുരുക്കുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെടുത്ത് ചൊരുക്കുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ലത് തന്നെയാണ്. ഇങ്ങനെ അസൂയം കുശുമ്പൊന്നും പാടില്ല. എന്തായാലും ഞാൻ ഇവളെ തന്നെ സപ്പോർട്ട് ചെയ്യും. വല്ലതും ചെയ്യാണ്ടെങ്കിൽ പോയി ചെയ്യും. സംഭവം കൊടുക്കാം. ഫിറോസ് ഖാൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. BJPയിൽ ഉള്ളവർ എല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല, ബിഗ് ബോസ് വിജയ് അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഈ ഫിറോസ് ഖാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്, 100% ബിഗ് ബോസ് വിജയ് ആകാൻ യോഗ്യതയുള്ള സത്യസന്ധമായ ഈ വിന്നർ പറയുന്നത് എത്രമാത്രം ശരിയാണ്. തന്റെ പ്ലാച്ചിയെ ഡോൾ പോലെയുള്ള ഒരു സത്യസന്ധരാണ് BJPയിലെ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കാരെ സപ്പോർട്ട് ചെയ്ത് അനുമോൾ ഒരു പോസ്റ്റ് ഇട്ടത് പോലെയുള്ള രീതിയിൽ ഈ ഫിറോസ് ഖാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫിറോസ് ഖാൻ മനസ്സിലായല്ലോ, അതാ നോക്ക്, ഇങ്ങേരാണ് മറ്റേ ബിഗ് ബോസിലെ സജിന ഫിറോസ്, ആ ഫിറോസ് ഖാനാണ്. ആ ഫിറോസാണ് ഈ ഫിറോസ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് ഉദ്ദേശത്തിൽ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ അവിടെ കാണാനല്ല, മുക്കി BJPയിൽ ഉള്ളവരെല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല, ബിഗ് ബോസ് വിജയ് അനുമോൾ. അതായത് അനുമോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന രീതിയിലാണ് ഈ ഫിറോസ് ഖാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അവൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് അയച്ചു തരാം. ഞാൻ മാക്സിമം തപ്പി. അങ്ങനെ പോസ്റ്റും കണ്ടില്ല, ഒരു തേങ്ങയും കണ്ടില്ല, അങ്ങനെ ഒന്നും കണ്ടില്ല, ഒരു കമന്റ് പോലും കണ്ടില്ല. പക്ഷെ ഇങ്ങനെ എന്ത് ഉദ്ദേശത്തിലാണ് ഇതിട്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനി വല്ല അടിച്ചും കൊണ്ട് കയറി ഇരുന്നിട്ടതാണോ എന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചും കൊണ്ടങ്ങ് ഇരിക്കുകയാണ്. 100% യോഗ്യത വായിച്ചു. ഇവന് റീച്ച് കുറവ് ചേച്ചി, അതാണ് എന്ന് പറഞ്ഞും കൊണ്ട് വേറൊരു കമന്റ് ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫിറോസ് ഖാനെ ഒന്നും ഒരു പട്ടി കുഞ്ഞുപോലും ഇപ്പൊ മൈൻഡ് ചെയ്യുന്നില്ല. ഓരോ മനുഷ്യന്മാരും മൈൻഡ് ചെയ്യുന്നില്ല. എവിടെ കടന്നു, ഈ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അനുമോക്കിട്ട് ചൊറിഞ്ഞതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അനീഷ് വന്നിട്ട് അനുമോക്കിട്ട് ചൊറിഞ്ഞ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി, ചർച്ചാ വിഷയമായി. തെറിവിളിയായാലും നാട്ടുകാരുടെ കിട്ടി അനീഷ് കൈ പോക്കറ്റിട്ട് തിരിച്ചുപോയി. അതുപോലെ ഇനി തെറിവിളി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈം ലൈറ്റിൽ വന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഫിറോസ് ഖാൻ വന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതിനുള്ള റീസണും അധികമാണ്, പറയാൻ പറ്റത്തില്ലേ. ചിലതൊക്കെ അങ്ങനെയാണ്, കുഴപ്പമില്ല, ഉളുപ്പില്ല, നാട്ടുകാർ തെറി വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ 10 പേര് സംസാരിച്ചാൽ മതി, എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള കുറെ കിഴങ്ങന്മാരുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാവാം മേ ബി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടണം. എന്തായാലും അനുമോൾ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം. ഞാൻ ഒരിക്കലും പറയാത്തൊരു കാര്യം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത് ആളെ കളിയാക്കുന്നത് വളരെ തരം താഴ്ന്ന നിലപാടാണ്. റീച്ച് കിട്ടാൻ വേണ്ടി മറ്റുള്ള ആരുടെ പേരും പറഞ്ഞ് മാന്യവും ഉപയോഗിക്കുന്ന വലിയ അച്ചീവ്മെന്റ് അല്ല. സത്യം അറിയാതെ സംസാരിക്കുന്നതും ആളെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒരാളുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് അനുമോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഒരുത്താൻ വന്നിട്ട് പറയുന്നു, അത് ഫിറോസ് ഖാൻ തന്നെയാണ്. എന്നിട്ട് ചുമ്മാ അവളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇമാതിരി കോപ്പറങ്ങൾ വിളിച്ചു പറയാതിരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതുന്നത് നിങ്ങളുടെ റീച്ച് കൂട്ടാനാവും, പക്ഷേ അത് സത്യമായിരിക്കില്ല. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ എഴുതി ആളെ കളിയാക്കുന്നത് കണ്ടന്റ് ആക്കുന്നതിനേക്കാൾ സ്വന്തം നിലവാരം കുറയുന്ന കാര്യമാണ്. അങ്ങനെ പറയരുത് അനുമോളെ. നിലവാരം ഇല്ലാത്തവർ എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ എഴുതിയതാണ്. നിലവാരമുള്ളവർക്കേ നിലവാരം കുറയത്തുള്ളൂ. എന്നാൽ ഈ ഫിറോസ് ഖാനെ പോലെയുള്ളവർക്ക് നിലവാരം എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറയാനായിട്ട് അവിടെ നിലവാരമില്ല. വേറൊരു കമന്റ് വായിക്കാം. ഇത് ഫേക്ക് ന്യൂസ് ആണ്. ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന്
മൈക്കുമായി ഓൺലൈൻ ചാനലുകൾ വന്ന് അനാവശ്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് പിണറായി സഖാവിനെയും നരേന്ദ്രമോദിയെയും ഇഷ്ടമാണ്. എല്ലാ പാർട്ടിയിലും നല്ലവരും മോശം ആൾക്കാരും ഉണ്ടാകും. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാർ ഏത് പാർട്ടി ആയാലും അവരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് അനു പറഞ്ഞത്. ഇതുപോലെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ഡോക്ടർ റോബിൻ ആയിരിക്കും എന്ന് റോബിൻ പറഞ്ഞു എന്നുള്ള നുണക്കഥയും പ്രചരിക്കുന്നുണ്ട്. 2 വ്യാജ വാർത്തകളാണ്. അനുവും ഡോക്ടർ റോബിനും പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റൊക്കെ ചെയ്യുന്നുണ്ട്. സുഷമ്മ ബാല, ഓക്കെ, എന്തുവാടാ ഈ ഫിറോസ് ഖാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്താടാ തന്റെ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. തനിക്ക് വിളിവില്ലൂടെ എന്നേ ചോദിക്കത്തുള്ളൂ. ഇതിൽ അനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നാട്ടിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ അവയെ നേരിടാൻ ആരും മുന്നോട്ട് വരില്ല. പക്ഷേ ഇവിടെന്ന് കേട്ട കാര്യങ്ങൾ ചേർത്ത് സ്വന്തം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ഇടാൻ മാത്രം ചിലർക്ക് വലിയ ആവേശമാണ്. അതാണ് ഫിറോസ് ഖാൻ. വെറുതെ അല്ല അന്ന് അയാൾ അടിച്ച് പുറത്താക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്തു പറയാം, എന്തോടോ ഫിറോസ് ഖാനെ താൻ നന്നാവാത്ത, തനിക്കെന്താ സാമാന്യ ബോധമില്ലേ, താൻ എന്താ ഇങ്ങനെ. ഇനി അനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പറയാത്ത ഒരു കാര്യം സ്റ്റോറി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്ത ആളെ കളിയാക്കുന്ന വളരെ താഴ്ന്ന നിലപാടാണ്. റീച്ച് കിട്ടാൻ വേണ്ടി മറ്റൊരാളുടെ പേരും അനു ഉപയോഗിക്കുന്ന വലിയ അച്ചീവ്മെന്റ് അല്ല, അത് ആ കമന്റ് തന്നെയാണ്. ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. സത്യം അറിയാതെ സംസാരിക്കുന്ന ആളെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഒരാളുടെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എഴുതുന്നത് നിങ്ങളുടെ റീച്ച് കൂട്ടാനാവും. പക്ഷെ അത് സത്യമായിരിക്കില്ല. ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ എഴുതി ആളെ കളിയാക്കുന്നത് കണ്ടന്റ് ആക്കുന്നതിനേക്കാൾ സ്വന്തം നിലവാരം കുറയുന്ന കാര്യമാണ്. ഇയാൾക്ക് വർക്കൊന്നും ഇല്ലെന്ന് റീച്ച് വേണ്ടിയിട്ടാണോ? എവിടെ എന്തെങ്കിലും ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വന്ന് പോസ്റ്റ് സ്വന്തമായി ഇട വേണ്ടി അത് ഉപയോഗിക്കുക. എന്റെ പൊന്നണ്ണ, പാവം ആ പെണ്ണിന്റെ വായിരിക്കുന്ന കേൾക്കേണ്ട ഒരു ഗതികേട് അണ്ണനെ പോലെ ഒരുത്തന് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പം വളരെയധികം വിഷമമുണ്ട്. അണ്ണാ, ഇത് ഇരന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വിവരവും ബോധം പൊക്കണോ ഇല്ലാത്തതാണ്, അതാണ് അഭിനയിക്കുന്നതാണ്. എന്തായാലും അഭിനയിക്കുന്നതാണെന്ന് തോന്നുന്നില്ല, എനിക്ക് കണ്ടിട്ടില്ലാത്തതെന്നാണ് തോന്നുന്നത്. തനിക്ക് ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉളുപ്പില്ലെന്ന് മനസ്സിലായി. കാരണം എന്തോ എവിടെയോ കേട്ടിട്ട് അത് വന്ന് ഇവളുടെ നെഞ്ചത്തിട്ട് പോസ്റ്റ് ഉണ്ടാക്കാൻ താൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണോ തന്നെയൊക്കെ ഉപേക്ഷിക്കേണ്ടവരൊക്കെ ഉപേക്ഷിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പോഴാണ് തന്റെയൊക്കെ നിലവാരം തനി ഗുണമൊക്കെ പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവളാണെങ്കിൽ അനുമോളാണെങ്കിൽ പറയാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞ് അത് പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് മുക്കുന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് ആ പോസ്റ്റ് നിങ്ങൾ മുക്കിയപ്പോൾ നിങ്ങൾ പറയാത്തത് അടുത്തൊരു പോസ്റ്റ് ഇടാക്കുക, അയ്യോ കഴിഞ്ഞ പോസ്റ്റ് എനിക്ക് തെറ്റുപറ്റിപ്പോയി സോറി. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പറയാനുള്ള മാന്യത കാണിക്കും. അല്ലാണ്ട് മുക്കിയിട്ട് ഒന്നും അറിയാത്തല്ല കൈയും കെട്ടിയിരിക്കുന്ന ഇമാതിരി ഏർപ്പാട് കാണിക്കാതിരിക്കണം. വല്ലവരും വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞു തരുന്നതിനും കേട്ടും കൊണ്ട് മറ്റേ കാള പറ്റൂ എന്ന് പറയുന്നതിന് മുന്നേ കയറ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. ഏത്? അത് കാള വേറോ ഇല്ല. കാള പറ്റൂ എന്ന് പറയുമ്പം തന്നെ കയറെടുത്തോണ്ട് പോകും. എന്തിന്? കാളയെ പിടിച്ച് കെട്ടാൻ. പക്ഷെ കാള പെറുവോ ഇല്ല. പെറുന്നാര പശു. ഇതാണ് അവസ്ഥ. അതുപോലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. ഇടയ്ക്ക് റീസെന്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചു, നീ കാള പറ്റൂ എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്ന പരിപാടി നിർത്തണമെന്ന്. അപ്പൊ അവൾക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എടി കാള പെറുവോ? അപ്പോഴും വായും വളർന്നിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് കാള പറ്റൂ എന്ന് പറയും മുമ്പേ കയറെടുക്കാൻ നിൽക്കില്ലേ, പശുവേ പെറത്തുള്ളൂ. ഈ ഫിറോസ് ഭായിയെ പോലുള്ള കേട്ട കിഴങ്ങന്മാർക്ക് ബോധം പൊക്കണമൊന്നും ഇല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താനൊക്കെ എങ്ങനെയാണോ ബിഗ് ബോസിൽ എത്തിയെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുപോലത്തെ ബോധം പൊക്കണോ ഇല്ല, ഒരു വിവരമില്ലാത്തതിനൊക്കെ ബിഗ് ബോസിൽ പിടിച്ച് കയറ്റില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ രണാസുനെ പിടിച്ച് കയറ്റി. അത് അതുകൊണ്ട് കണക്കാണെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും തനിക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടിയത്? കഴിഞ്ഞ ഒരാഴ്ചയിൽ വന്നിട്ട് മൊത്തം അനീഷ് കൊണ്ട് അനുമോക്കിട്ട് ചൊറിഞ്ഞ് റീച്ചല്ല, അവന് ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ഒരു പട്ടി ഷോ അവൻ കാണിച്ചായിരുന്നു. റീച്ച് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ലൈം ലൈറ്റിൽ ഒരു പട്ടിക്കുഞ്ഞു ഇപ്പൊ ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മൈൽ സ്റ്റോൺ മേക്കറിന്റെ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്ത് ചെയ്ത് അനുമോക്കിട്ട് ചൊറിഞ്ഞത് ചെറിയ ചൊറിച്ചിലൊന്നും അല്ല ചൊറിഞ്ഞിട്ടുള്ള. ഞാനാണെങ്കിൽ പോടാ മോനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുമായിരുന്നു, സത്യമുള്ള കാര്യം പറയാം. എന്നിട്ട് അവൾ അവൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച്. അത് അവളുടെ മാന്യത ആയിരിക്കും, അവൾ വളർന്നു വന്ന ഒരു ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ എനിക്ക് അത്രയും ക്വാളിറ്റി ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല. വെറുതെ മുഖത്ത് നോക്കി അമ്മയെ കുണച്ച് വർത്താനം പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കേണ്ട ഇത് എനിക്ക് വരത്തില്ല. ആ ഒരു കാര്യത്തിൽ അനുമോള് ചിലപ്പം ഇനിയിപ്പോൾ പ്രോഗ്രാം കണ്ട നശിപ്പിക്കേണ്ട, നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചതല്ലേ, അതുകൊണ്ട് പ്രോഗ്രാം നശിപ്പിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അവൾ ഇരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സീരിയസ്ലി അവിടെ ചിരിച്ചുകൊണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്തു. ആ കൊച്ചു അത് ബിഗ് ബോസിലായിരുന്ന സമയത്തും എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് ഒറ്റപ്പെടുത്തി അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു. ബിഗ് ബോസിന്റെ അകത്ത് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ അനീഷ് പോയി അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അവൾ നൈസായിട്ട് അത് റിജക്ട് ചെയ്ത് വിട്ടപ്പോൾ
അവൻ പിന്നെ ഓക്കെ അവൻ എണീച്ചു പോയി, അവൻ പട്ടി ഷോയം കാണിച്ച് എണീച്ചു പോയി. എന്നിട്ട് അവിടെയുള്ള സകലമാന അപരാധികളും കൂടി അവളെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്ത് അവളായിട്ട് കരയിപ്പിച്ചു. ഈ പുന്നാരമൻ ഒന്നുമില്ലെങ്കിൽ അവളുടെ അടുത്ത് ഇഷ്ടമാണെന്നെങ്കിലും പോയി പറഞ്ഞല്ലോ. മനസ്സിൽ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ഇഷ്ടമാണെന്ന് പറയുള്ളൂ. ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമ്മളിപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചിലപ്പോൾ പുറകെ അടക്കം ഒന്നുകൂടിയൊക്കെ ട്രൈ ചെയ്യും. ചിലപ്പം വളഞ്ഞാലോ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ അനീഷ് ഇവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ നൈസായിട്ട് അത് റിജക്ട് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് വിട്ടു. എന്നിട്ട് അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവൻ കൈയും കെട്ടി തേരാപ്പാറ അങ്ങോട്ട് നടക്കുകയാണ്. ഇവൻ്റെയൊക്കെ കൂടെ ഒരു പെണ്ണ് ജീവിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കാണ് അതുപോലത്തെ ഒരു അവസരം കിട്ടിയെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യും. ഇപ്പം ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? തള്ളയെ വീഴുന്ന് കിട്ടിയ അവസരം അവളെല്ലാം കൂടി ആക്രമിക്കുന്നു. ഇവിടെ കയറി ഞാൻ കളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്നോടൊരു ക്രഷ് അടിക്കും. ഈ മൈൻഡിൽ ചിന്തിച്ചിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനേ നോക്കുള്ളൂ. പക്ഷെ ഈ മൊണ്ണ എന്താ ചെയ്തേ? കൈയും കെട്ടി തേരാപ്പാറാണെന്ന് കാട്ട് മൊണ്ണ. അല്ലാണ്ട് അവനെ എനിക്കൊന്നും പറയാനില്ല. ആ പെണ്ണ അവിടെ അന്ന് കരഞ്ഞതിന് കൈയും കണക്കുണ്ടാ. എല്ലാ അപരാധി മക്കളും കൂടി ആ റീ എൻട്രി നടത്തി ബിഞ്ചിയും കുഞ്ചിയും കഞ്ചിയും ഒക്കെ എല്ലാം കൂടിയിട്ട് അവളെ ആക്രമിച്ചു. അവൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി, കരഞ്ഞു തന്നെ പോരാടി. കരയുന്നത് തെറ്റല്ല, കരഞ്ഞു തന്നെ അവൾ ഒറ്റയ്ക്ക് പോരാടി ലാസ്റ്റ് കർമ്മ, വിധി, ദൈവത്തിന്റെ അനുഗ്രഹം, ജനങ്ങളുടെ സപ്പോർട്ട് എല്ലാം ചേർന്നതായിട്ട് ആ കപ്പ് അവളുടെ കയ്യിലങ്ങ് കിട്ടി. അത്രേ സംഭവിച്ചുള്ളൂ. അതാണ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയുള്ള ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ജനങ്ങളാണ് അവളെ ഏറ്റെടുത്തത്, ജനങ്ങളാണ് അവളെ സപ്പോർട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ്? അവൾ ജെനുവിനായിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന പോലെ മറ്റേ വലിയ സ്പോർട്സ്മാൻ ഇട്ട് ഗെയിം കളിക്കാനൊന്നുള്ള കഴിവോ അങ്ങനെ ഒന്നും നോക്കില്ല. അവൾക്കറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ജെനുവിനായിട്ട് അവൾ അതിൻ്റെ അകത്ത് നിന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തത്. എന്നിട്ടും കുറെ കാട്ടവരാധികൾ കപ്പ് കിട്ടിയിട്ട് അനീഷിനായിരുന്നു എന്നിട്ട് എന്തുണ്ട് കിട്ടിയില്ല, തേങ്ങ കിട്ടി. എടാ ഞാൻ ചെയ്തു കൊടുത്തത് എത്രയോ വോട്ട്. അത് എന്തുകൊണ്ടാ? ആൾക്കാർക്ക് പുറത്തുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഏതോ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞ് എല്ലാവരും നിരത്തി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. പിന്നെ അവരുടെ എല്ലാവരുടെയും നമ്പർ വാങ്ങിച്ചിട്ട് OTP അടിച്ച് ഞാൻ വോട്ട് കൊടുത്തു. കാരണം ഞാൻ അതിൽ കട്ടയ്ക്ക് ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്രയും ഒരു വാശിയായിപ്പോയി ഇവള് ജയിക്കണം. കാരണം അത്രയ്ക്ക് അവൾ അനുഭവിച്ചു. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനും ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേരുടെ നമ്പർ OTP അടിച്ചടിച്ച് എൻ്റെ ഊപ്പടളവിൽ തന്നെ പറയാം. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇരുന്ന് ഞാൻ വോട്ട് കൊടുത്തു. ആൾക്കാരുടെ OTP വെച്ച് വോട്ട് കൊടുത്തു. കാരണം അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി ഞാൻ ഇത്രയും സീസണിൽ ഞാൻ റോബിൻ്റെ സീസൺ കഴിഞ്ഞ സീസൺ തൊട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോഴൊന്നും എനിക്ക് ഒരാൾക്ക് അത്രയ്ക്ക് ഒരു അറ്റാച്ച് തോന്നിയില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ഒരാൾ വിന്നർ ആവണമെന്ന് എനിക്ക് അത്രയ്ക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു സീസൺ വന്നപ്പോൾ എനിക്ക് അനുമോൾ ജയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു വാശി മൈൻഡായി. കാരണം അത്രയ്ക്ക് അവൾ അനുഭവിക്കുന്നു. അവള് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ ചിന്തിച്ചു. ഈ അപരാധി മക്കളെല്ലാം കാലുവരെ അടിക്കാൻ എനിക്ക് അന്ന് തോന്നി. അത്രയ്ക്കും നമുക്ക് ഒരു സാധനം തോന്നൂലേ, ഇത് അവളെ കൂടെ നിൽക്കണം. അവൾ ആ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അവളെ കൂടെ നിൽക്കണം, അവൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം. അതിൻ്റെ പേരിൽ എന്ത് തെറിവിളിയാലും അടി കിട്ടിയാലും കുഴപ്പമില്ല, അവൾക്ക് വേണ്ടി നിൽക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് തോന്നത്തില്ലേ? ആ ഒരു സാധനമായിരുന്നു എനിക്ക് ആ സമയത്ത് തോന്നിയത്. അതുകൊണ്ട് തന്നെ അവളെ സപ്പോർട്ട് ചെയ്ത്. എന്തായാലും നമുക്ക് അവിടെ പോയി സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് വോട്ട് വാങ്ങിച്ചു കൊടുത്ത് ജയിപ്പിച്ചു. അതിപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്. പിന്നെ അല്ലാതെ ഇവിടെ കേരളത്തിലുള്ളവർ എല്ലാവരും കൂടി അവർക്ക് വോട്ട് ചെയ്ത്. പുറത്തുള്ളവർക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ നമ്മളെ കൊണ്ട് ജയിപ്പിച്ചു. ഹോട്ട്സ്റ്റാറൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്. സത്യം ദൈവത്തിന്റെ അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടുമാണ് അവളുടെ ആ വിജയം. അതിന് ഈ ഫിറോസ് ഖാനെ പോലുള്ളവർക്ക്, അനീഷിനെ പോലുള്ളവർക്കൊക്കെ നല്ല ചൊറിച്ചിലുണ്ട്. അനീഷിനൊന്നും ഒരിടം എത്താൻ പറ്റിയിട്ടില്ല. ഇടക്കിടയ്ക്ക് ഒരു അവാർഡ് വാങ്ങാൻ വരും, അവിടെ വന്നിട്ട് ഇവളെ ചൊറിഞ്ഞിട്ട് പോകും, നാട്ടുകാരെ എടുത്തിട്ട് ഊക്കി വിടും, എന്നാ പോയാറുള്ളത്. എടാ തനിക്ക് ഉളുപ്പുണ്ടോ അനീഷ്? അതുപോലെ തന്നെ എനിക്ക് ഫിറോസ് ഖാന്റെ അടുത്തും ചോദിക്കാനുള്ള, തനിക്ക് ബോധമുണ്ടോ? തൻ്റെ അടുത്ത് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ബോധമുണ്ടോ? തനിക്ക് ബോധമുണ്ട്? എന്തുകൊണ്ട് താനൊക്കെ കാണിക്കുന്നേ? എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ പോസ്റ്റ് അടിച്ച് ഇവക്കെതിരെ ഇടുക. അതിന്റെ അർത്ഥം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അനുമോക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിട്ട് അടിച്ച് അവളെ നെഗറ്റീവ് ആക്കുക എന്നൊരൊറ്റ ഇന്റൻഷനാണ് ഇവന്റെയൊക്കെ ഉള്ളിലുള്ളത്. ആ സാധനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക്. നിങ്ങൾ ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം. ഇന്ന് BJP-യിൽ ഒന്നുകൂടെ വായിക്കട്ടെ. BJP-യിൽ ഉള്ളവരെല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല എന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഈ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നത്. അതിനിപ്പോൾ എന്താ? BJP-യിലുള്ളവർ നല്ലവരാണ്, കള്ളത്തരം പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ലേ, അല്ലേ? അതിനിപ്പോൾ വല്ല തെറ്റുമുണ്ട്. അപ്പം BJP-ക്കാർക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, ഞാൻ ഒരു പാർട്ടിക്കാരന്മാരെയും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ നല്ല വ്യക്തികളെ കണ്ട സപ്പോർട്ട് ചെയ്യും, അല്ലാതെ പാർട്ടി ബേസിൽ ഒരു പാർട്ടിയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം നല്ല വ്യക്തി എന്ന നിലയ്ക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വ്യക്തി കൊള്ളാം, ആ പാർട്ടിയിൽ വന്ന ആ വ്യക്തി കൊള്ളാം എന്ന് ഞാൻ പറയും. അല്ലാണ്ട് ഇന്ന പാർട്ടി സൂപ്പറാണ്, ഇന്ന പാർട്ടിയിലുള്ള എല്ലാവരും നല്ലവരാണ്, ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഒരു വ്യക്തി കൊള്ളാമെങ്കിൽ ആ വ്യക്തിയെ നല്ലതെന്ന് പറയും. ഇപ്പം എല്ലാ പാർട്ടിയിലും എല്ലാ വ്യക്തികളും നല്ലവന്മാരൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം കണക്കാണ്, അത് വിട്.
അപ്പൊ ഇങ്ങനെ ഒരു അഭിപ്രായം അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അതിന് താൻ എന്തിനാ അതിന്റെ ഇടയിൽ കയറി ചുരുക്കുണ്ടാക്കിയിട്ട് അവർക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുക്കാണ്ട് BJP-ക്കാരെ സപ്പോർട്ട് ചെയ്ത അനുമോൾ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് താൻ ശ്രമിക്കുന്നത് തന്റെ ഉളുപ്പില്ലായ്മയല്ലേ എന്ന് ഞാൻ ചോദിക്കും. തനിക്ക് എന്തായാലും നല്ല ചുരുക്കുണ്ട്, തനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ചുരുക്കുണ്ട്. ഇവളുടെ ഒരു വീഴ്ച കാണാനും ഇവക്കിട്ട് രണ്ട് കൊട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് എന്റെ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള കുറെ പേര് കാത്തിരിപ്പുണ്ട് എന്റെ ഒരു വീഴ്ച കാണാൻ. വീഴൂടെ, നമ്മൾ ഈ കാലകാലം ഇവിടെ ഇരിക്കുന്നൊന്നും ഞാൻ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ വീഴുമ്പോൾ നമുക്ക് കാണാം, അത് വിട്, ഓക്കെ. അതുപോലെ ഇവളുടെ ഒരു വീഴ്ച കാണാൻ വേണ്ടിയിട്ടും കുറെ എണ്ണം കാത്തിരിക്കുന്നുണ്ട്. ഇവള് കപ്പടിച്ചാലും ചുരുക്ക് തന്നെയാണ്. അന്ന് ഇവള് കപ്പടിച്ച സമയത്ത് കട്ടപ്പ ശൈത്യയുടെ ഒക്കെ മോന്ത നോക്കണം, തൂറിയിട്ട് 7 ദിവസമായല്ലാണ് ഇരുന്നത്. ബിന്നിയായാലും ഇങ്ങനെ തന്നെ, ഇതൊക്കെ ഇരുന്ന ഇരിപ്പാണ്. ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്നു അനീഷിന് കിട്ടും, അനീഷിന് കിട്ടും, കിട്ടും അണ്ണാക്കിൽ. അവനന്ന് കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളെ നിങ്ങളെല്ലാം റിഗ്രറ്റ് അടിച്ച് അത്താന പണ്ട് ജിൻഡു ചോദിച്ച പോലെ, മനസ്സിലായോ? എന്തായാലും അവക്ക് കിട്ടി. അത് തന്നെ ഞാൻ ഇത്രയും സീസണിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കപ്പടിച്ച കണ്ടസ്റ്റന്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോളെന്നേ പറയുള്ളൂ. സത്യം, സീരിയസ്ലി എനിക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിരുന്നു ഇവള് കപ്പടിച്ചത്. സത്യം, ഉള്ള ഉള്ളിന്ന് പറയാമല്ലോ, ഉള്ള കാര്യം പറയാം. ഇനി അടുത്ത സീസണൊക്കെ ഉടനെയൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓഗസ്റ്റ് ഒക്കെ ആവുമായിരിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 5 മാസമുണ്ട്. 5 മാസമൊക്കെ പറവറാന്ന് പോകും. 2026 തുടങ്ങിയിട്ട് ഇന്നാ പിടി അമ്മച്ചിയുടെ മാവും കലോ എന്ന് പറഞ്ഞ് 2026 മാർച്ച് ആയി. ഇതാണ് പറവറാന്ന് മാസങ്ങൾ പോകും. ഇനിയിപ്പോൾ 2027 വരും, നമ്മൾ വയസ്സാവും, നമ്മൾ ചാവും, അടുത്ത തലമുറ വരും. ഇതെങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. അതേ നടക്കത്തുള്ളൂ. അവരായത്തനങ്ങളും കോപ്പിലെ പരിപാടികളൊക്കെ കാണിക്കാതെ മാന്യമായിട്ടൊക്കെ ഒതുങ്ങി കൂടിയൊക്കെ പോകാൻ നോക്ക്. എനിക്ക് എല്ലാം മൊത്തത്തിൽ പറയാനുള്ളത്, ഫിറോസ് ഭായി താനൊക്കെ ഇത്രയും പ്രായമല്ലേ, മുതുക്ക് പ്രായമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൊണയടിക്കാൻ തനിക്കൊന്നും ഉളുപ്പില്ല. ആര് പറഞ്ഞു തന്നിട്ടാ താനൊക്കെ ഈ പോസ്റ്റ് എടുത്തിട്ട്? അയ്യോ, അവള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം താനങ്ങ് പാർട്ടി ബേസിൽ അവക്കിട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ചെയ്ത ഒരു കോപ്രായോ. തനിക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം എവിടെ കൂടിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ താനിത് ചെയ്യുമായിരുന്നു. എന്തോന്നടേ, അവളുടെ വീഴ്ച കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അവള് BJP സപ്പോർട്ട് ചെയ്ത്, അതെന്താ താൻ അങ്ങനെ ഒരു പറച്ചില്? ഇങ്ങനെ മനുഷ്യന്മാർ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് കേട്ടോ. നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്കറിയാം ഈ വീഡിയോയിൽ ഒരു 10 കമന്റ് ആയാലും 10 കമന്റ്, അതിൽ 9 കമന്റും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അതങ്ങനെയാ, കാരണം ജനങ്ങൾക്കറിയാം. തന്നെ പോലെയുള്ളവന്മാരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.